വിദ്യാർത്ഥികളുടെ ജീവൻ നിർണയിക്കുന്ന, അവരുടെ ഭാവി നിർണയിക്കുന്ന ഒരു ഏജൻസി എന്ന് പറയുന്നത് ഇങ്ങനെ ലൊട്ടിലൊടുക്ക് പരിപാടി തയ്യാറാക്കിയ ഒരു ഏജൻസിയാണ്. ഈ ഏജൻസിയാണ് ഇന്ന് ഈ 22 വിദ്യാർത്ഥികളെ കുരുതി കൊടുത്തിരിക്കുന്നത്. ഈ 25 തൊഴിലാളികൾ അല്ലെങ്കിൽ അതിന്റെ ആളുകളായിട്ട് ഓഫീസേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്ത് കുറെ ആളുകളെ കരാറടിസ്ഥാനത്തിൽ പല ഏരിയയിലേക്ക് നിയമിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പേപ്പർ ലീക്കിലേക്കും പല ക്രൈസിസിലേക്കും പോയിരിക്കുന്നത്. എത്രയധികം വിദ്യാർത്ഥികളാണ് മാനസികമായി ഒന്നാലോചിക്കുക. മരണപ്പെട്ടവരെ നമുക്കറിയൂ. ആ പ്രഷറിലൂടെ, ആ സ്ട്രെസ്സിലൂടെ സ്റ്റിൽ സൈക്കോളജിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന എത്രയധികം വിദ്യാർത്ഥികളുണ്ട്. അവരെ പറ്റി നമ്മൾ മനസ്സിലാക്കി നോക്കണം. എന്ന് വെച്ചാൽ വലിയൊരു മാനസിക സംഘർഷത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ NTA എന്ന് പറയുന്ന ഒരു നെറികെട്ട, ഒരു വൃത്തികെട്ട ഏജൻസി. ഈ ഏജൻസി പിരിച്ചുവിടണം. ഈ ഏജൻസി പിരിച്ചുവിടണം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഒന്നാമതായി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ഇത് പിരിച്ചുവിടണം. NTA എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ കൊല്ലുന്ന, വിദ്യാർത്ഥികളെ കുരുതി കൊടുക്കുന്ന ഈ ഏജൻസി പിരിച്ചുവിടണം. മറ്റൊന്ന്, ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടല്ലോ, ഇത്രയുള്ള അദ്ദേഹം, നമ്മുടെ കൂകുവിളിക്ക് മാത്രം ഉള്ള അദ്ദേഹം ഇറങ്ങിപ്പോണം. ആ കസേരയെന്ന് ഇറങ്ങിപ്പോണം. കാരണം ഒരു തരത്തിലും അർഹതയില്ലാതെയാണ് ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നത്. അല്പമെങ്കിലും ധാർമ്മിക ബോധമുണ്ടെങ്കിൽ, അല്പമെങ്കിലും മൊറാലിറ്റി ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോണം. അന്തസ്സായിട്ട്, അന്തസ്സോടെ ഇറങ്ങിപ്പോണം. ഡൽഹിയിൽ നടക്കുന്ന ഈ പ്രക്ഷോഭം അത് അവസാനം വരെ ആ മനുഷ്യനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നവരെ സമരം നയിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഉണ്ടാവണം, പിന്തുണ കൊടുത്തുകൊണ്ട്. അത് എങ്ങനെ ആയിക്കട്ടെ, നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലകളിൽ എവിടെ വേണമെങ്കിലും നടത്താം. പക്ഷെ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കണം. ഡൽഹിയിൽ പോകാൻ പറ്റുന്നവർ അവിടെ പോകണം. ഈ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അവരവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് താറുമാറായി കിടക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, സെമസ്റ്ററൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്നു. അതുവരെ ആനുവൽ സ്കീമായിരുന്നു. ഈ സെമസ്റ്ററൈസേഷനിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികൾ നമ്മൾ മനസ്സിലാക്കണം. 6 മാസമാണ് ഒരു സെമസ്റ്റർ അവർ പറയുന്നത്. പക്ഷെ ഈ 6 മാസം എന്ന് പറയുമ്പോൾ ഒരു 3 മാസത്തിൽ തികച്ചു കിട്ടുന്ന ഏതെങ്കിലും ക്യാമ്പസ് ഉണ്ടോ നിങ്ങൾക്കറിയാവോ? ഈ 3-4 മാസം മാത്രം പഠിപ്പിച്ചിട്ട് 1 വർഷം പഠിക്കാനുള്ള